ഞാൻ പറഞ്ഞല്ലോ, ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്ന വർഗീയവാദികളുണ്ട് കേരളത്തിൽ. അവരുടെ കയ്യിലേക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന CPM തീപ്പന്ത് എറിഞ്ഞു കൊടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി CPM പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു ഭൂരിപക്ഷ വർഗീയവാദത്തിന്റെ തുടർച്ചയാണ്. ഇത് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞതാണ്. ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ കൊടുത്ത പത്രസമ്മേളനത്തിൽ മലപ്പുറത്തെക്കുറിച്ച് പരാമർശം ആദ്യം തുടങ്ങിയത് മുഖ്യമന്ത്രിയാണ്. അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു ലഘു വിവരണം കൊടുത്തു ഇതിനെ സംബന്ധിച്ച്. അതിനുശേഷം ആ കൊടുത്ത ലഘു വിവരണം മുഖ്യമന്ത്രി ഒരു ഇന്റർവ്യൂവിൽ ആവർത്തിച്ചു. പിന്നീട് അത് നിഷേധിച്ചു. മുഖ്യമന്ത്രി കൊടുത്ത ഇന്റർവ്യൂ ആ പത്രവും പറഞ്ഞു മുഖ്യമന്ത്രി കൊടുത്തതാണ്, പിന്നീട് നിഷേധിച്ചാണ്. അത് വീണ്ടും കേരളത്തിൽ വന്ന് ചില സമുദായ നേതാക്കളെ കൊണ്ട് പറയിപ്പിച്ചു. അതിനുശേഷം പഴയ മുൻ മന്ത്രി AK ബാലന്റെ ഞെട്ടിക്കുന്ന പ്രസ്താവന വന്നു. ഇതേ സീരീസിലാണ് എല്ലാം. അതിനുശേഷമാണ് ഏറ്റവും അവസാനത്തത് സജി ചെറിയാനോ വന്നിരിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഭരണചരിത്രത്തിൽ ഒരു മന്ത്രിയോ ഒരു രാഷ്ട്രീയ നേതാവോ നടത്താത്ത ഞെട്ടിക്കുന്ന പരാമർശമാണ് സജി ചെറിയാൻ നടത്തിയത്. ജയിച്ചു വന്നവരുടെ ജാതി നോക്കാനാണ് പറഞ്ഞത്. ജയിച്ചു വന്നവരുടെ ജാതി, 2 ജില്ലകളിൽ ജയിച്ചു വന്നവരുടെ ജാതി നോക്കാൻ കേരളത്തിൽ ഒരു മന്ത്രി ഇരിക്കുകയാണ്. ഭരണഘടനാ ലംഘനമാണ് നടത്തിയത്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടാണ് ആ മന്ത്രി അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. ഒരു പ്രാവശ്യം ഇറങ്ങിപ്പോയതാണ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സംസാരിച്ചതിന് വീണ്ടും കൊണ്ടുവന്ന് വെച്ചത് പറയിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് എത്ര മണിക്കൂറായി? അതൊന്ന് തിരുത്തിക്കാനോ അത് തെറ്റാണ് എന്ന് പറയാനോ തയ്യാറായില്ല എന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. കേരളത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണം നടത്തിയിട്ടും കുഞ്ഞാലി സാഹിബ് പറഞ്ഞതുപോലെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എല്ലാ വിഭാഗം ജനങ്ങളും UDF വോട്ട് ചെയ്തു. എല്ലാ മേഖലയിലും, തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും, മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും CPM ശക്തി കേന്ദ്രങ്ങളിലും എല്ലായിടത്തും എല്ലാ വിഭാഗം ജനങ്ങളും UDF വോട്ട് ചെയ്തു. UDF വോട്ട് ചെയ്തത് ന്യൂനപക്ഷം മാത്രമാണ്. ന്യൂനപക്ഷം മാത്രം വോട്ട് ചെയ്താൽ കേരളത്തിലെങ്ങനെ ജയിക്കുന്നത്? 4 കോർപ്പറേഷൻ, 7 ജില്ലാ പഞ്ചായത്തും, 65% മുനിസിപ്പാലിറ്റികളും, 60% പഞ്ചായത്തുകളും കേരളത്തിൽ ജയിക്കുന്നത് എല്ലാ ഭാഗത്തുമുണ്ട്. എല്ലാ ഭാഗത്തും ജയിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും എല്ലാ വിഭാഗം ജനങ്ങളും UDF വോട്ട് ചെയ്തിട്ടുണ്ട്. UDF എല്ലാവരുടെയും കൂടിയുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഒരാൾക്കും ഒരാളെ മാറ്റി നിർത്തുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അല്ല. അതുകൊണ്ട് ഞങ്ങളാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത്. അതുകൊണ്ടാണ് ഈ ആളുകളെ ഭിന്നിപ്പിക്കാൻ, മതങ്ങളെ ഭിന്നിപ്പിക്കാൻ, ജാതികളെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങളുടെ അതേ വഴിയിലൂടെയാണ് CPM യാത്ര ചെയ്യുന്നത്. സംഘപരിവാർ അത് ചെയ്യുമ്പോൾ വിസ്മയമില്ല. കാരണം എന്താ? അവർ പണ്ട് മുതലേ അത് ചെയ്തുകൊണ്ടിരിക്കുക. അതേ പണി കേരളത്തിലെ ഇടതാണെന്ന് പറയുന്ന CPM നേതൃത്വത്തിൽ ചെയ്യാണ്. പച്ചയ്ക്ക് വർഗീയത പറയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്ന വർഗീയവാദികളുണ്ട് കേരളത്തിൽ. അവരുടെ കയ്യിലേക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന CPM തീപ്പന്ത് എറിഞ്ഞു കൊടുക്കുകയാണ്. അത് മനസ്സിലാക്കിയോ? അപകടം.